ഞാൻ കിടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നതിനോട് ആർക്കും ഒരു ദേഷ്യം തോന്നരുത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊന്ന് കിടക്കേണ്ടി വന്നു. കിടന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഇരുന്ന് വീഡിയോ എടുക്കുന്നതിനേക്കാളും. ഇതെന്തുകൊണ്ട് എൻ്റെ കണ്ണ് നേരെ വരാത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഞാനത് പഠിച്ചിട്ടില്ല. എനിക്ക് വലിയ എൻ്റെ കണ്ണ് ക്യാമറയ്ക്ക് മുന്നിൽ എന്താ ഇങ്ങനെ വരാത്തത്? ഇങ്ങനെ താഴേക്കല്ലേ വരുന്നത്? അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള കുറേ കോമഡികൾ പറഞ്ഞുതരാം. എൻ്റെ അല്ല, ഞാൻ ആ സമയത്ത് ഒരു 3 വർഷം എൻ്റെ ചേച്ചീൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ കുട്ടികളും ഏതാണ്ട് ഞങ്ങളൊന്നിച്ച സ്കൂളിൽ പോക്കും വരവൊക്കെ. അപ്പം ഞങ്ങൾ 3-4 പേര്. അപ്പോൾ ഇവർ സ്കൂളിൽ നമ്മൾ 4 പേര് ഒന്നിച്ച് പോകും. എന്നിട്ട് അതിൽ രണ്ടാമത്തെ ആളും ഞാനും കൂടെ നടന്ന് സ്പീഡിലോടും. ബാക്കിൽ നിന്ന് ഇവരെ കാണൂല കേട്ടോ. ഇവർ രണ്ടാളും കാണേയില്ല, ബസ് കിട്ടുകയില്ല. നോക്കി നിന്നിട്ട് ആദ്യത്തെ ബസ്സും അടുത്ത ബസ്സും. അപ്പോൾ ഇവരെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കയറി ബസ്സിൽ കയറി പോവും. ഇവർ രണ്ടാളും ചെറുത് രണ്ടാളും തിരിച്ച് വീട്ടിൽ പോവും. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളെന്നറിയാൻ ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പോൾ രണ്ടാളും എവിടെയോ കുഴിച്ചിട്ടേക്കുന്നത്, എവിടെയോ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഈ പണ്ട് ഇങ്ങനെ ഈ വടിയിൽ 2 ചെരുപ്പിൻ്റെ എന്തോ സൈക്കിള് മാതിരി ഉണ്ടാക്കുന്നത്, ചെരുപ്പിൻ്റെ 2 സംഭവം അങ്ങ് ഇങ്ങും ആക്കി അങ്ങനെയൊക്കെ ഒരു വടി, ഒരു സൈക്കിള് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഭാഗത്തെത്തുമ്പോൾ ഇവരിതെടുത്ത് വെച്ച് കളിച്ച് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വീടിൻ്റെ അങ്ങ് വരെ ഇങ്ങ് വരെയും ഇവർക്കിതാ പരിപാടി. സ്കൂളിൽ പോകാത്തതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞാൽ ഇവർക്ക് അടി കിട്ടും. അതിൽ ഇളയ ആളെ, 3ാമത്തെ ആളെ അടിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അവൻ കുഞ്ഞല്ലേ, അപ്പോൾ അവനെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കില്ല. പക്ഷേ രണ്ടാമത്തവനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൻ്റെ എന്ത് കുറ്റം കണ്ടാലും ഞാൻ 1-9 പറഞ്ഞു കൊടുക്കും. അപ്പം പറഞ്ഞു കൊടുക്കും. പക്ഷെ ചേച്ചിക്ക് രണ്ടാമത്തെ മോനെ ഇഷ്ടം. ചേച്ചി അവനെ അടിക്കുകയില്ല. ഇവർ രണ്ടാളും ചെയ്യുന്ന കുറ്റത്തിന് മൂത്ത ആൾക്ക് അടി കിട്ടൽ. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെത്തിയാലും അതെ. മൂന്നാമത്തവൻ അങ്ങനെ പഠിക്കുകയൊന്നുമില്ല, അങ്ങനെ പഠിക്കാനുള്ളതൊന്നുമില്ല. അവനെല്ലാവരും കൂടെ കൊഞ്ചിച്ച് അവന് പഠിക്കാനായിട്ടുള്ള ഡിസേബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നത്. എന്തായാലും അവൻ പഠിച്ചില്ല, വലിയ പഠിത്തമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ വലിയ അവനെങ്ങനെ പൈസ ഉണ്ടാക്കാം, ബിസിനസ്മാൻ, ആ ഒരു ചിന്തയാണ് അവന്. പഠിക്കാൻ ആൾക്കത്ര ഇതൊന്നുമില്ലായിരുന്നു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ ആൾ തലയുണ്ട്, അവൻ പഠിക്കില്ല, മടിയന്. മൂത്ത ആൾ ഇപ്പോൾ UK-ലൊക്കെയാണ്, പഠിച്ചു. 3ാമത്തെ ആൾ കോമഡി. അവൻ ചെറുതിലെ തന്നെ പെണ്ണിനെ 18 അവൻ സ്നേഹിച്ചു, അവൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു പെണ്ണിനെ. എന്നിട്ട് ചേച്ചിയൊക്കെ സമ്മതിച്ചു, കുടുംബത്തിലല്ലേ, നല്ലൊരു പെങ്കൊച്ച. അതിനെ സ്നേഹിച്ചു. ഇപ്പോൾ കല്യാണമൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയി. നമുക്ക് ഇന്ന ദിവസം നടത്താമെന്നുള്ള രീതിയിൽ. പെണ്ണിന് കറക്റ്റ് 18 വയസ്സ് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ പോയി തിരിച്ച് വരുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ വിളിക്കുന്നത്, പെണ്ണിനെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഇവനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവനെ കാണുന്നില്ല. വണ്ടിയിൽ നിന്ന് അവൻ ഇറങ്ങി. അപ്പോഴത് നോക്കുന്ന വണ്ടിയിൽ അവനില്ല. സംഭവം വൈകുന്നേരം രണ്ടാളും വീട്ടിലെത്തിയേക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് ഞാനിതുവരെ ചോദിച്ചിട്ടില്ല. എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ. അവനും ഇതുവരെയും പറഞ്ഞിട്ടില്ല, നമ്മളാരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയി, 2 പേരും ചെറുതാണ്. ചേച്ചി അതാ ചോദിക്കുന്നത്, 2 പേരെയും കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരെന്തിനാ ഇങ്ങനൊരു പണി കാണിച്ചതെന്ന് അറിയില്ല. കുട്ടി ഈ ഇടയ്ക്കാണ് ഉണ്ടായത് കേട്ടോ. പിന്നെന്താ,
പിന്നെ സ്കൂൾ ലൈഫ് സ്കൂൾ ലൈഫൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറയാം. എന്നോട് ഒരു പെങ്കൊച്ച് എപ്പോഴും വഴക്കടിക്കുമായിരുന്നു. ഞാനങ്ങനെ മൈൻഡ് ആക്കാത്തതുകൊണ്ട് ബാക്കിലിരിക്കുന്ന ടീമാണ്. അപ്പോൾ പഠിക്കില്ല. അപ്പോൾ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എപ്പം നോക്കിയാലും വൃത്തികേടൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ട് തെറിയൊക്കെ പറയുവോള്. തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും ബാക്കിലിരുന്നിട്ട്. ഭയങ്കര തെറി പറയുന്നിട്ട് ഇവള് വലിയ മറ്റവളാണെന്ന വിചാരം എന്നെ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം സഹി കെട്ട് ഞാൻ പറഞ്ഞു, അവളുടെ പല്ലുന്തിയിട്ടാട്ടോ പാവം. അങ്ങനെ പറയാൻ പാടില്ല, പക്ഷേങ്കിൽ അവളെല്ലാവർക്കും പേടി. എല്ലാവരെയും അവൾ തെറി വിളിക്കും. തെറി പറഞ്ഞ് അടക്കിയിരുത്തുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. ആ ഒരു പ്രായത്തിൽ ഇന്നാണ് ഞാൻ അടിച്ചു പൊട്ടിക്കും. അന്ന് ആ പ്രായത്തിൽ നമുക്ക് എന്ത് പറയണമെന്ന് അറിയില്ലല്ലോ. തെറി കേട്ടോണ്ടിരിക്കും. എന്നാൽ വേണമെങ്കിൽ മിസ്സിനോടൊക്കെ പറയാം. പക്ഷേ പറഞ്ഞാൽ അവൾ അടിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും നമ്മളാരും പറയാത്ത. തെളിവില്ലല്ലോ. അവൾക്ക് വേണേൽ പറയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താക്കും. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചറാണെങ്കിലോ അപാര സാധനമായിരുന്നു. അടിച്ച് റെഡിയാക്കും. അതുകൊണ്ട് എന്തായാലും അതുകൊണ്ടൊക്കെ ആവാൻ ഞാൻ പറയാത്തത്. ഒരു ദിവസം ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അവളെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എടി നിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചാൽ ചില്ല് പൊട്ടിപ്പോവും, അതിൻ്റെ ചില്ല് പൊട്ടിപ്പോവും. എൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കും. സംഭവം വേറൊന്നുമല്ല, അവളെ പല്ലിച്ചിരി പൊന്തിയിട്ടുണ്ട്. അന്നത്തോടുകൂടി അവൾ സൈലൻ്റായി. ചിലരെ നമ്മൾ പറയേണ്ടത് പറഞ്ഞാൽ ചിലർ അടങ്ങി അവിടെ ഇരുന്നോളും. നമ്മൾ പറയാണ്ടിരിക്കും തോറുമാണ്, മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വായിലിങ്ങനെ കൈയിട്ട് വിരലിട്ട് കുത്തി എനിക്ക് താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരൊറ്റ ഡയലോഗിൽ അവൾ അന്നത്തോടൊതുങ്ങി. പിന്നെ അവൾ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവളെ കൊണ്ട് ഒരു പ്രശ്നവും സ്കൂളിലില്ലായിരുന്നു. നമുക്ക് ആർക്കും പിന്നെ ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനങ്ങനെ പറയുമ്പോൾ അങ്ങ് നല്ല കട്ടയ്ക്കങ്ങ് കൊടുക്കും. എന്നാൽ ഞാൻ അങ്ങനെ ഇങ്ങനെ പറയുകയില്ല ആരെയും. കാരണം അവർ വിഷമിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പറയാറുമില്ല, ആരെയും ഒന്നും പറയാറുമില്ല. പിന്നത്തെ കുട്ടിക്കാലത്തെ വിശേഷം എന്താ? പിന്നെ എൻ്റെ ചേച്ചി, ഈ 3 മക്കളുടെ അമ്മയില്ലേ, അവർ ഭയങ്കര കോമഡിയാണ്. ചേച്ചി റോഡ് സൈഡിലാണ് വീടിട്ടാ. ചേച്ചി ആര് വഴിയേ പോയാലും എന്തിൻ്റെ വിശേഷം, സുഖമാണോ, എല്ലാവരോടും മിണ്ടുന്ന ടൈപ്പാട്ടോ. ആര് പോയാലും വെള്ളം വേണോ ചായ വേണോ എന്ന് ചോദിച്ചാൽ അവരെയൊക്കെ വിളിച്ച് കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ 4 മണിക്ക് പലഹാരം ഉണ്ടാവും. പലഹാരം എന്ന് വെച്ചാൽ വീട്ടിലുള്ളത് ഇങ്ങനെ ചേന, ചേമ്പ്, ചക്ക ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ സമയമാകുമ്പോൾ എല്ലാവരും കുടുംബക്കാരൊക്കെ അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുമായിരിക്കും. എന്നാൽ മിണ്ടാണ്ടിരുന്ന് കഴിച്ചാൽ പോരെ. ആരെങ്കിലും റോഡിൽ പോയാൽ ചേച്ചി വായോ വാ കഴിച്ചിട്ട് പോവാം, ഒന്നെടുക്ക്, വേണ്ട എന്ന് പറയുന്നവരെ കൂടി വിളിക്കും. പിന്നെ ഇത് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ കുറച്ച് പേരുണ്ട് കേട്ടോ. അവർ ആ സമയമാകുമ്പോൾ അവിടെ നിൽക്കും, ഹാജരായിട്ട് നിൽക്കും. അവരെയും വിളിക്കും. പിന്നെ ആ ഒരു കുട്ടിക്കാലമൊക്കെ ഞാൻ ഓർക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ മനസ്സിൽ ഓർക്കും, ഈ ചേച്ചിക്ക് എന്തിൻ്റെ സുഖേടാണ് ഈ വഴിയെ പോകുന്നവരെ മൊത്തം വിളിച്ചു വരുത്തുന്നത്. ആകപ്പാടെ ഇത്രയേ ഉള്ളൂ, നമുക്ക് തിന്നാനൊക്കെ ഉള്ളൂ. 4 മണിക്ക് ക്ലാസ്സൊക്കെ വിട്ടിട്ട് തിന്നാനായിട്ട് വിശന്ന് വലഞ്ഞായിരിക്കും വരുന്നത്. അപ്പോഴീ നാട്ടിൽ കിടക്കുന്ന ജനങ്ങളെ മൊത്തവും വിളിച്ചു വരുത്തി വെറുതെ പോകുന്നവരായിരിക്കും, മനസ്സിലായോ? ആ പോകുന്ന പെണ്ണുങ്ങളെല്ലാം വിളിച്ചു വരുത്തും. വാ തിന്ന് വാ ഇപ്പോൾ നിങ്ങൾ തന്നെ കുറേ പേരില്ലേ കുടുംബത്തിൽ, നിങ്ങൾ തിന്നെ എന്ന് പറഞ്ഞാലും കേൾക്കില്ല. അത് സാറില്ല, വന്നോ എന്ന് പറയും. എന്നിട്ട് അവരെല്ലാം എത്തിത്തീറ്റിപ്പിക്കും. എന്തായാലും എനിക്ക് സെപ്പറേറ്റ് വരും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര എരിവ്, കാന്താരി മുളക് ഭയങ്കരമായിട്ട് കഴിക്കും. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് വലിയ കട്ടയ്ക്ക് എനിക്ക് തരും. ഞാനത് അത്രയും കഴിക്കും. എന്നിട്ട് അവസാനം അവരതും കൂടെ എനിക്ക് വെച്ച് തരും. എന്നിട്ട് പറയാം, പണ്ടാറ് നീ എങ്ങനെ അടിക്കുന്നു കിറക്കണേന്ന് ചോദിക്കും. ഞാനത് ആ കട്ടയ്ക്കാണ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ തിന്നൂട്ടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സെപ്പറേറ്റ് തരും. ഞാനിങ്ങനെ കാന്താരി മുളക് തിന്നുന്നുണ്ട്. പിന്നെ ഇപ്പോഴൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കാന്താരി മുളകൊന്നും കിട്ടാനില്ലല്ലോ. എന്നല്ല, ചേച്ചീൻ്റെ ഒക്കെ ഒപ്പരമുള്ള ആ ഒരു ലൈഫൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ചേച്ചി നമുക്ക് അമ്മയ്ക്ക് തുല്യമാണ് കേട്ടോ. നമ്മളങ്ങനെയാണ് കാണുന്നത് തന്നെ ചേച്ചീനെ.
വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടും ചേച്ചിയും അങ്ങനെ തന്നെ സ്വന്തം മോളെ പോലെയാണ് നമ്മളെല്ലാവരെയും കാണുന്നത് അങ്ങനെയാണ്. ചേച്ചിക്കിപ്പോൾ ഒരു 50 വരും. പക്ഷേങ്കിൽ നമ്മളെന്ത് പറഞ്ഞാലും ചേച്ചി അത് ഈ ഒരു ഏജിലും ഈ അമ്മമാരെ പോലെ അത് വേണ്ട ഇത് വേണ്ട അങ്ങനെയൊന്നും പറയില്ല. ചേച്ചി ആണോ മോനെ, ആ ശരി, ആ ഓക്കെ ഓക്കെ, നമ്മളെന്താണോ പറയുന്നത് അത് ചേച്ചിക്ക് ഓക്കെയാണ്. അതെയോ അതെയോ കേട്ടിരിക്കും കേട്ടോ. ഒരു എൻ്റെ അമ്മയൊന്നും അങ്ങനെ ഇല്ല. വേണ്ട അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ഒരു ഇതാക്കും. പക്ഷേ ചേച്ചി അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. ചേച്ചീനോട് പറഞ്ഞാൽ ചേച്ചി ആ ഓക്കെ എന്ന് പറയും. പക്ഷേ ചേട്ടായി ഭയങ്കര സ്ട്രിക്റ്റാണ്. ചേട്ടായിക്ക് പെമ്പിള്ളാരെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. എനിക്ക് തോന്നുന്നത് എന്നെ ആയിരിക്കും മോളായിട്ട് കണ്ടിട്ടുള്ളത്. മറ്റവരെയൊക്കെ കുറച്ചുകൂടെ വലുതായിരുന്നു. പിന്നെ അതുകൊണ്ട് അവരെയും അങ്ങനെ ആയിരിക്കും. പക്ഷേ എന്നെ ചേട്ടൻ മോള് അവർ പിള്ളേരുടെ ഏജിനേക്കാളും ഞാൻ ചേച്ചീൻ്റെ മക്കളും ഞാനുമായിട്ടൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ, മൂത്ത മോനും ഞാനും ഒക്കെ ഇട്ട്. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിലൊക്കെ അങ്ങനെയാണ് മോളായിട്ടാണ് ചേട്ടൻ കാണുന്നത്. പിന്നെ ചേച്ചിയും ചേട്ടനെ സ്നേഹിച്ചൊക്കെ കെട്ടിയതാണ്. പിന്നെ നമ്മളവിടെ സ്നേഹിച്ചവരെയൊന്നും ആരും പിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സ്നേഹിച്ചവരെ തമ്മിൽ തന്നെ കെട്ടിച്ചിട്ടുള്ളൂ. സ്നേഹിച്ചവർ പറ്റിച്ചിട്ടുമില്ല ആരും. അങ്ങനെ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുമില്ല കേട്ടോ. വീട്ടിൽ ഇന്ന ആളെ സ്നേഹിച്ച് പറ്റിച്ചു എന്നുള്ള ഇതൊന്നും കേട്ടിട്ടില്ല. എല്ലാവരും സ്നേഹിച്ച ആളെ തന്നെ കെട്ടി. വേണ്ടാന്നൊക്കെ പറഞ്ഞു നോക്കും, സ്നേഹിച്ചവരെ തന്നെ കെട്ടി. ആ ഒരു ഇതുണ്ട്. പിന്നെന്താ, പിന്നെ എൻ്റെ ഒരു ചെറിയമ്മയുണ്ട്. ചെറിയമ്മേനെ വീട്ടിൽ ഇരിക്കുമ്പോൾ അവർക്ക് 2 കുട്ടികളാണ്, ആണും പെണ്ണുമാണ്. അവിടെ അവർക്ക് ടിഫിൻ കൊടുക്കുമ്പോൾ അവരെ ടിഫിനിൽ ഇല്ലാത്തത് എനിക്ക് തന്നു വിടും. എന്നിട്ട് പറയും, മോനെ പറയരുതേ അവരുടെ അടുത്തെന്ന് പറയും. അതൊക്കെ ഭയങ്കര ലക്കല്ലേ. പിന്നെ അമ്മേൻ്റെ ഒരു അനിയത്തിയുണ്ട്. ഞങ്ങളേന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കാണ്ട് കുറേ നാളിരുന്നതാണ്. എന്നിട്ടാണ് പിന്നെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ മരിച്ചു പോയി. വല്ലാണ്ട് മിസ് ചെയ്യും കേട്ടോ ഇടയ്ക്ക് ഓർക്കുമ്പോൾ. വല്ലാണ്ടെന്ന് വെച്ചാൽ വല്ലാണ്ട് മിസ് ചെയ്യും ഓർക്കുമ്പോൾ. അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്തൊക്കെ ഒന്ന് കൂടെ നിന്നേനെ, ജീവിച്ചിരുന്നെങ്കിൽ. കല്യാണം കഴിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോഴേ ഹസ്ബൻഡിന് ക്യാൻസറാന്ന് പറഞ്ഞു. എന്നിട്ട് 10 കൊല്ലം ക്യാൻസറാന്ന് അറിഞ്ഞിട്ട് കൂടി എല്ലാവരും പറഞ്ഞു വാ തിരിച്ച് വാന്ന് പറഞ്ഞിട്ടും തിരിച്ച് വന്നില്ല. ഹസ്ബൻഡിന് തന്നെ മതി എന്ന് പറഞ്ഞു. ക്യാൻസർ ഹോസ്പിറ്റലിൽ കൊണ്ട് നടന്നു. നമ്മൾ വീട്ടുകാർ തന്നെ എല്ലാം നോക്കി സെപ്പറേറ്റ്. അപ്പോഴേ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഇങ്ങനെ ആയപ്പോഴേ അവർ സെപ്പറേറ്റ് പുറത്താക്കി. നിങ്ങൾ പൊയ്ക്ക്, അവരുടെ തലയിലാവൂലേ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ വീടൊക്കെ വെച്ച് കൊടുത്തു. ഫുൾ ചിലവ് നോക്കുമായിരുന്നു. പിന്നെ ഇച്ചിരി ഓവർ ദൈവവിശ്വാസിയായിരുന്നു. ഓവറെന്ന് പറഞ്ഞാൽ 24 hours അത് ഓട്ടോമാറ്റിക്കലി ആവും. കാരണം മരിച്ചുപോയൊരു മനുഷ്യനെ തിരിച്ചു കൊണ്ട് വരേ ചെയ്തത് അത്രയും പ്രാർത്ഥനയിലൂടെ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും കുഞ്ഞുമ്മൻ്റെ വിഷമങ്ങളൊക്കെ കുഞ്ഞുമ്മ ദൈവത്തിലൂടെ ഇറക്കി വയ്ക്കുകയായിരിക്കാം. അങ്ങനെയായിരിക്കും അത്ര അഡിക്ഷൻ ആയത്. കുറേ അന്ധവിശ്വാസം ഉണ്ട് കേട്ടോ. കുഞ്ഞുമ്മ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. അതൊക്കെ ഭയങ്കര കോമഡിയാണ്. കുഞ്ഞുമ്മ അങ്ങ് ജഡ്ജ് ചെയ്യും, അത് തന്നെയാണ് അവർ എന്നാണ്. അങ്ങനെ കുറച്ച് അന്ധവിശ്വാസമുണ്ട്. കുറച്ച് നല്ലോണം അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇടയിലും പാവമായിരുന്നു എന്ന് പറയാം. എനിക്ക് പക്ഷേ കുഞ്ഞമ്മ പാവമായിരുന്നു. പിന്നെ ആരെയും വീടുകളിലൊന്നും പോവില്ല, ആരോടും അങ്ങനെ മിണ്ടൂല, ആരെയും അടുപ്പിക്കില്ല. കാരണം കുഞ്ഞമ്മയ്ക്ക് പേടി ആരെങ്കിലും കുഞ്ഞമ്മേനെ എന്തെങ്കിലും ചെയ്യുമോ, കുഞ്ഞമ്മേൻ്റെ ഭർത്താവിനെ എന്തെങ്കിലും ചെയ്യുമോ. എന്നാൽ ക്യാൻസറിൽ നിന്നൊക്കെ കൊണ്ടുവന്നേ ഉള്ളൂ, റേഡിയേഷനൊക്കെ അടിച്ച്.
ചെറിയച്ഛനെ കൊണ്ടുവന്നതേ ഉള്ളൂ. ചെറിയച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞമ്മയ്ക്ക്. ആ ഒരു അവസ്ഥയിലും ഇഷ്ടമായിരുന്നു. 10 കൊല്ലം ഒരു കുട്ടികളെ നോക്കുന്ന മാതിരിയാണ് നോക്കുന്ന മോനെ എന്നൊക്കെ വിളിച്ചിട്ട്. തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചിട്ട് പോലും വന്നില്ല. വേറെ കെട്ടിക്കാൻ വാന്ന് വിളിച്ചിട്ട് പോലും വന്നില്ല. ഇല്ല ഞാൻ വരില്ല, എനിക്ക് ആളെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഒരേ നിപ്പം അങ്ങ് നിന്നു. കൊശം മരിച്ച് എനിക്ക് തോന്നുന്നു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കുഞ്ഞുമ്മയും മരിച്ചു. നല്ല ആക്റ്റീവായിട്ടിരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മെൻ്റലി ആ ഒരു നിമിഷമായിരിക്കാം കൊശനെ അത്ര ഇഷ്ടമായോണ്ടായിരിക്കാം മനസ്സിൽ ആളും അത് ഓർത്തോർത്ത് ഇരുന്നുകൊണ്ടായിരിക്കാം മരിച്ചു പോയെന്ന് തോന്നുന്നുണ്ട്. സ്നേഹത്തിൻ്റെ വാല്യൂ ഒക്കെ അപ്പാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ കുറേ നല്ല നിമിഷങ്ങൾ, അതാണ് ഞാൻ പറയാം. എൻ്റെ അമ്മ വീട്ടുകാരെല്ലാം എന്നെ പൊന്നുപോലെ നോക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര സ്നേഹമായിരുന്നു അവരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ. ഭയങ്കര സ്നേഹവും കെയറിങ്ങും ഒക്കെ ആയിരുന്നു. നല്ല നിമിഷങ്ങൾ ഇവർ ചേച്ചി, കുഞ്ഞമ്മ, വേറൊരു കുഞ്ഞമ്മ, ഇവർ 2-3 അടുത്താണ് എനിക്ക് നല്ല നിമിഷങ്ങൾ നിന്നിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് എനിക്കൊരു കുറവില്ല എന്ന് തോന്നിയതും, എൻ്റെ ലൈഫിൽ എനിക്കൊരു കുറവില്ല, ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ 3 ആളടുത്ത് നിൽക്കുമ്പോഴാണ്. ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞമ്മ എന്നോട് നീ പഠിക്കണം, ചോറ് വയ്ക്കാനെങ്കിലും നീ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചോറ് വയ്ക്കാനായിട്ട് പഠിപ്പിച്ചു തന്നു. ചോറ്, ഒരു മീൻ, ഒരു വറവ്, ഇതൊക്കെ വയ്ക്കാൻ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ചു. എന്നിട്ട് ഒരു ദിവസം എനിക്ക് എന്നോട് പറഞ്ഞു, നീ ഇന്നത്തെ പണി നീ ചെയ്യണം, ചോറ് വയ്ക്കണം, കപ്പ വയ്ക്കണം, മീൻ വയ്ക്കണം, വറവ് വയ്ക്കണം. ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെങ്ങോട്ടോ പോയി. ഞാൻ അരി വെള്ളത്തിയിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്, എഴുതി വെച്ച് ബുക്ക് കാണാനില്ല. ഞാൻ നോക്കി അവിടെയെല്ലാം പരതി കാണുന്നില്ല. ഞാൻ എന്താക്കിയെന്നറിയാം, അരി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. കഴുകുന്ന കാര്യമൊന്നും അറിയില്ല, ബുക്ക് കിട്ടിയില്ലല്ലോ. അരി അങ്ങ് തട്ടി. പണ്ടാ ചുമന്ന അരിയെ വീട്ടിൽ കഴിക്കൽ. ഇപ്പോഴായിരിക്കും കുഞ്ഞമ്മ അറിയുന്നത് തന്നെ. അരി അങ്ങിട്ടു. ബാക്കിയൊക്കെ ബുക്ക് കിട്ടി ഞാൻ ചെയ്തു, അതേപടി തന്നെ ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടെങ്കിലും ഇത്രയും ചെയ്തല്ല, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അരീൻ്റെ മാത്രം പറഞ്ഞു, ഇതെന്താ കളർ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. പിന്നെ അന്നൊക്കെ ഈ ചോറിൻ്റെ വെള്ളം കുടിക്കുമല്ലോ. ചോറിൻ്റെ വെള്ളം എന്താ ഇങ്ങനെ ഇത്രയും കട്ടി ചുമപ്പ് എന്ന് പറഞ്ഞു. ഈ കഴുകിയത് ശരിയായില്ല മോനെ എന്ന് പറഞ്ഞു. എനിക്കറിയാമല്ലോ, ബുക്ക് കിട്ടിയപ്പോൾ മനസ്സിലായില്ലല്ലോ അരി കഴുകിയില്ല എന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു അരി കഴുകി, ചിലപ്പോൾ ഒരു 3 തവണയെ കഴുകിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കഴുകാത്ത അരിൻ്റെ ചോറ് അവർ തിന്നേണ്ടി വന്നു. ഇപ്പോൾ ഒരുവിധമൊക്കെ ചെയ്യും, പണികളൊക്കെ അറിയാം. ഞാൻ ഭയങ്കര ടേസ്റ്റൊന്നുമില്ല എൻ്റെ ഒരു കറിക്കും. ടേസ്റ്റ് ഉള്ളത് ബീഫ് ഉണ്ടാക്കുമ്പോൾ മാത്രം. കാരണം എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും പൊറോട്ടയും. എന്നെ ആരെയും കാണുകയാണെങ്കിൽ എനിക്ക് ബീഫ് വാങ്ങി തരേണ്ടതാണ്. അങ്ങനെയല്ല, തരാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബീഫ് തന്നാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. പണ്ടെല്ലാവരും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാന്താരി മുളക്, ഉണക്കമീൻ, കപ്പ, ബീഫ്, പിന്നെ ചേന, ചേമ്പ്, ഇതൊക്കെ. പിന്നെ പറയില്ല പിന്നെ എന്തൊക്കെ വേണമെന്ന്. അപ്പോൾ അവരെന്നോട് നീ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ആദിവാസിയായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ പറയൽ. ഇപ്പം പറഞ്ഞത് ഇല്ലീഗലാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ആദിവാസികൾ തിരുന്ന ഫുഡുകളൊക്കെ ഞാൻ ചോദിക്കും. അങ്ങനെ അവരെ പറയുന്നില്ല കേട്ടോ. ആദിവാസികളെന്ന് വെച്ചാൽ കാട്ടിലുള്ളവർ കഴിക്കുന്ന സാധനങ്ങൾ. ആ ഒരു പേര് ഇതിൽ അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അവരെന്താ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ഈ കാട്ടിലുള്ളവർ കഴിക്കുന്ന കൂട്ട് ഭക്ഷണങ്ങളാണ് എനിക്കിഷ്ടം. ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെന്താ കപ്പ, ചക്കക്കുരു, ഇങ്ങനത്തെയൊക്കെ ഐറ്റംസാണ് എനിക്കിഷ്ടം. എനിക്കല്ലാണ്ട് ഇങ്ങനെ ബിരിയാണി അങ്ങനത്തെ ഭയങ്കര ഹാഷ് ഫുഡൊന്നും എനിക്ക് വേണമെന്നില്ല. എനിക്കിങ്ങനത്തെയൊക്കെ ഫുഡ് കാട്ടിനകത്തിരുന്ന് കഴിക്കാൻ, കാട്ടിലിങ്ങനെ ചെന്നിരിക്കാൻ, ഇങ്ങനെ അങ്ങനത്തെയൊക്കെ ഇഷ്ടങ്ങളാണ് എനിക്കുള്ളത്. അല്ലാണ്ട് വലിയ ഹോട്ടലിൽ ചെന്നിരിക്കണം അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നും അല്ല. എൻ്റെ ഉള്ളിൽ എപ്പോഴും
ഇങ്ങനത്തെയൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവത്തിൽ ചെന്നിരിക്കാൻ ഇഷ്ടം. പക്ഷെ വെയിലിഷ്ടമല്ല. വെയിൽ കൊണ്ടാലേ എനിക്കപ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. വെയിൽ എനിക്ക് അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല സത്യം. ആ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ.